CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് MLA AC മൊയ്തീന് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, അസംബ്ലി പ്രസിഡന്റ് അക്ഷയ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി റോഷിത് ഓടാട്ട് എന്നിവരാണ് അറസ്റ്റിലായത്. എടക്കഴിയൂരിൽ പാതിരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശിയായ രാജു ബായിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫുട്ബോൾ ലോകകപ്പിന് 2 നാൾ മാത്രം ശേഷിക്കെ നാടെങ്ങും ആവേശം. ഫ്ലെക്സുകളും കട്ടൌട്ടുകളും ഉയർത്തി കാൽപന്ത് കളിയുടെ പോരാട്ടത്തെ വരവേറ്റ ഫുട്ബോൾ ആരാധകർ. കുന്നംകുളത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ ബിഗ് സ്ക്രീൻ പ്രദർശനം ഒരുക്കും. അതേസമയം മത്സരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടൗൺ ഹാൾ വിട്ടുനൽകാനുള്ള ഗുരുവായൂർ നഗരസഭാ കൗൺസിലിന്റെ തീരുമാനം റദ്ദാക്കാൻ നടപടിയുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ജോയിന്റ് ഡയറക്ടർ. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിരുവത്രയിൽ തെങ്ങുകൾ കടപുഴകി വൈദ്യുതി കാലുകളിലേക്ക് വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. വിശദമായ വാർത്തയിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് MLA AC മൊയ്തീന് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി എത്തിയതായിരുന്നു MLA. MLAയ്ക്കു നേരെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമത്തിനിടെയാണ് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, KSU അസംബ്ലി പ്രസിഡന്റ് അക്ഷയ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ റോഷിത് ഓടാട്ട് എന്നിവരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂരിൽ പാതിരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശിയായ രാജു ബായിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂർ ഖാദിരിയ റോഡിൽ ചൊവ്വാഴ്ച പുലർച്ചെ 2:20ഓടെയായിരുന്നു സംഭവം. യുവതിയുടെ വീട്ടുപറമ്പിലുണ്ടായിരുന്ന സ്കൂട്ടർ നശിപ്പിക്കുകയും വീടിന്റെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്ത പ്രതി മുറ്റത്തുണ്ടായിരുന്ന കുഴൽക്കിണർ പൈപ്പും കെട്ടിടത്തിലെ ഇലക്ട്രിസിറ്റി മീറ്റർ ബോർഡും പൂർണ്ണമായും അടിച്ചു തകർത്തു. ശബ്ദം കേട്ട് യുവതി ഉണർന്നുവെങ്കിലും ഭയം കാരണം പുറത്തിറങ്ങിയില്ല. കഴിഞ്ഞ ദിവസം വീടിന്റെ പരിസരവും പറമ്പും വൃത്തിയാക്കാനായി എത്തിയ ഇയാൾ യുവതി തനിച്ചാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു. ജോലിക്കിടെ കുടിക്കാൻ വെള്ളം ചോദിച്ചെത്തിയ പ്രതി യുവതിയോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തു. ഇതിനെതിരെ യുവതി പ്രതികരിക്കുകയും ഇയാൾക്ക് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ജോലി സമയം കഴിഞ്ഞിട്ടും പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്ന പ്രതിയെ സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആൾ എത്തിയാണ് പറഞ്ഞുവിട്ടത്. എന്നാൽ പോകുന്നതിനു മുൻപ് പ്രതി വീട്ടുമുറ്റത്ത് ഇംഗ്ലീഷിലുള്ള ചില വാക്കുകളും 10:30, 2:20 എന്നീ സമയങ്ങളും എഴുതിവെച്ചിരുന്നു. തുടർന്ന് ഇയാൾ എഴുതിവെച്ച സമയമായ പുലർച്ചെ 2:20 വീട്ടിലെത്തി അക്രമം അഴിച്ചുവിട്ടത്. വിവരമറിഞ്ഞ വാർഡ് മെമ്പർ സലീം ആച്ചിപ്പുള്ളി സ്ഥലത്തെത്തി ചാവക്കാട് പോലീസിനെ വിവരമറിയിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ പോലീസ് തന്ത്രപരമായി ജോലിക്കെന്ന വ്യാജേന വിളിച്ചുവരുത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. റിട്ടയർഡ് കായികാധ്യാപകൻ തിരുവെങ്കിടം ചാലക്കൽ ജോളി ജോണിന്റെ കാറിന് മുകളിലേക്കാണ് മരം വീണത്. ഇന്ന് രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. അപകടത്തിൽ കാറിന് കേടുപാടുകൾ പറ്റിയെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരം വീണതിനെ തുടർന്ന് ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി കാറിന് മുകളിൽ നിന്നും മരക്കൊമ്പുകൾ മാറ്റി. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. ടെമ്പിൾ പോലീസ് എത്തിയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത്. ചരിത്രത്തിലുടനീളം തെറ്റായ ഇടപെടൽ നടത്തി സംഘപരിവാർ ചരിത്രത്തെ മതവൽക്കരിച്ചുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകൾ പരിഹരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI സംസ്ഥാന വ്യാപകമായി ഏരിയ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ സംഘപരിവാറിന് അനുകൂലമായ തലച്ചോറുകളെ സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇടതുപക്ഷം ഈ നയം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും മതനിരപേക്ഷ നിലപാട് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തു.
ചോദ്യപേപ്പറുകൾ പരീക്ഷ നടത്തുന്ന ഏജൻസികൾ തന്നെ ലീക്ക് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിലൂടെ 23 ലക്ഷം കുട്ടികളുടെ ഭാവിയാണ് തുലാസിലായത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സ് നടക്കുന്ന ഇടമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറി. പണമുള്ളവർ പഠിച്ചാൽ മതി എന്ന നിലപാടാണ് കേന്ദ്രത്തിന്. CBSEയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിയാണെന്നും മന്ത്രിയെ നോക്കുകുത്തിയാക്കി ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നും കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓൺ സ്ക്രീൻ മാർക്കിംഗിലേക്ക് രാജ്യത്തിന്റെ CBSEയെ മാറ്റിയപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ CBSE പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 90%, 80% അതിൽ കൂടുതലും ശതമാനം 10ാം ക്ലാസ്സിൽ വാങ്ങിയവർ ജോയിന്റ് എൻട്രൻസ് എക്സാം JEE ഉൾപ്പെടെയുള്ള മുൻകാല മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അവരുടെ ട്രാക്ക് റെക്കോർഡിൽ ആകെ 90% അതിൽ കൂടുതലും മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് CBSEയുടെ ഇത്തവണത്തെ റിസൾട്ട് വന്നപ്പോൾ 70%, 60%. SFI കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അക്ഷയ് അനിൽ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, SFI ജില്ലാ സെക്രട്ടറി T അഭിജിത്ത്, ഏരിയ സെക്രട്ടറി പ്രണവ് പ്രേമൻ, KS അഖിനേഷ്, ഭാഗ്യ K ബാബു, അമൽകൃഷ്ണ, MS സൈനോര എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് മങ്ങാട് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 25ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. ഞായറാഴ്ചയായിരുന്നു വിവാഹം. ഇന്നലെ രാവിലെയാണ് പലരെയും വയറുവേദനയുമായും ഛർദിയുമായും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആർക്കും ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. എല്ലാവരെയും പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. നിലവിൽ ഒരാൾ മാത്രമാണ് യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. വെൽക്കം ജ്യൂസ് കഴിച്ചവർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജ്യൂസിന് ഉപയോഗിച്ച പഴവർഗ്ഗത്തിൽ നിന്നാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പോർക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും മറ്റും പരിശോധനകൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. പോർക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ പഴഞ്ഞി സ്വദേശിക്ക് ഗുരുതര പരിക്കേറ്റു. കുന്നംകുളം പാലസ് റോഡിൽ ഗോൾഡൻ എക്വേറിയം ഉടമയായ ജെബി P ജോണിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ നിന്നും കടയിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ പോർക്കുളം സെന്ററിൽ വെച്ചായിരുന്നു അപകടം. ജെബിയുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെബിയെ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടിച്ച വാഹനം കണ്ടെത്താനായിട്ടില്ല. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം, ശസ്ത്രക്രിയ തുടങ്ങിയവയിൽ വ്യാപക അനാസ്ഥ എന്ന പരാതിയിൽ യോഗം ചേർന്ന് ഡോക്ടർമാരെ വിഷയം ധരിപ്പിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. നഗരസഭാതല പ്രവേശനോത്സവം എയ്ഡഡ് സ്കൂളിൽ നടത്തിയതും അംഗൻവാടി വാർഷികം പാർട്ടി പരിപാടിയായി നടത്തിയെന്നാരോപിച്ചും കൗൺസിൽ യോഗത്തിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രമേ പ്രവേശനോത്സവം നടത്താൻ പാടൂ എന്നുള്ളതല്ല. പുതിയൊരു കെട്ടിടം വരികയാണ്, കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ആ സ്കൂളിലെ പ്രവേശനോത്സവം നടത്തിയിട്ടുള്ളത്. നേരത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ മുൻകാലങ്ങളിലും നമ്മളങ്ങനെ പ്രവേശനോത്സവം എയ്ഡഡ് സ്കൂളുകളിലൊക്കെ നടത്തിയിട്ടുണ്ട്. നഗരസഭയിൽ പൊതുവിദ്യാലയങ്ങളുണ്ടായിട്ടും സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം കാണിയാമ്പലിലെ എയ്ഡഡ് സ്കൂളിൽ നടത്തിയതിനെതിരെ ഷാജി അലിക്കലാണ് വിമർശനമുന്നയിച്ചത്. ഉരുളിക്കുന്ന് അംഗനവാടി വാർഷികവും അനുമോദന പരിപാടിയും CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ പ്രചരണ ബോർഡുകളടക്കം സ്ഥാപിച്ച് നടത്തിയതിനെയും കൗൺസിലർ ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രി മുതൽ താഴെത്തട്ട് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും സർക്കാർ സ്കൂളുകളിലാണ് മുനിസിപ്പൽ തല അല്ലെങ്കിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനങ്ങൾ നടത്തിയിരിക്കുന്നത്. കുന്നംകുളത്ത് എൻ്റെ അറിവിലൊരു 25 കൊല്ലത്തിൻ്റെ ഇപ്പുറം നമ്മൾ നടത്തിയത് മുഴുവൻ നമ്മുടെ കീഴിലുള്ള സ്കൂളുകളിലാണ്. അവിടെ കീഴിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാനേജ്മെൻറ്റ് സ്കൂളിൽ നടത്തിയത് എന്നുള്ള കാര്യം ഒന്ന് പറയാം. എന്നാൽ എയ്ഡഡ് സ്കൂളുകളും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്നും ഇതിനെക്കുറിച്ച് കൗൺസിലർമാർക്ക് ധാരണയുണ്ടാകേണ്ടതാണെന്നും വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പ്രതികരിച്ചു. പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്കിനെ പ്രകീർത്തിച്ച അദ്ദേഹം സംഭവത്തിൽ നിയമപരമായും ധാർമ്മികമായും ഒരു തെറ്റുമില്ലെന്നും കൂട്ടിച്ചേർത്തു. പല മേഖലകളിലും പല ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാഗമായിട്ട് നടക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൂടുതൽ. അതിനു പുറമെ മറ്റു പല മാനേജ്മെന്റുകളും നടത്തുന്ന സ്കൂളുകളുണ്ട്. അപ്പൊ ആ സ്കൂളുകളെ നമുക്ക് ബഹുമാനിക്കാതെ അതിനോട് സഹകരിക്കാതെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടില്ല.
അപ്പൊ ഇത് ഈ കാണിയാമ്പാറിലെ അല്ലെങ്കിൽ ആനായിക്കലെ CMSC സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ആർക്കെങ്കിലും അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ല എന്ന ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അംഗൻവാടി വാർഷികത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് ആർക്കും പരിപാടി നടത്താമെന്ന് വൈസ് ചെയർമാൻ വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷ കൗൺസിലർമാർ ഇത് അംഗീകരിച്ചില്ല. കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് മരിക്കുകയും ചെയ്ത രോഗിയുടെ മൃതദേഹം മറ്റ് അസ്വാഭാവികതകൾ ഇല്ലാഞ്ഞിട്ടും മെഡിക്കൽ കോളേജിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഡോക്ടർ നിർബന്ധം പിടിച്ചതായി ശ്രീജിത്ത് ആവേൻ ആരോപിച്ചു. ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് പരാതി പറഞ്ഞാൽ കൈമലർത്തുകയാണ് പതിവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലൊരു രോഗിയുമായി അവർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ അവിടുത്തെ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അവിടുത്തെ നാട്ടുകാരും വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെ ഡോക്ടറോട് ആവശ്യപ്പെടുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള പരിക്കുമില്ല. അതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് നിരന്തരം പഴി കേൾക്കേണ്ടി വരികയാണെന്നും അനാസ്ഥ ആവർത്തിച്ചാൽ കൗൺസിൽ ഐക്യകണ്ഠേന നടപടി സ്വീകരിക്കണമെന്നും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ പറഞ്ഞു. ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഞങ്ങൾ നല്ല സേവനം കൊടുക്കുന്നുണ്ട്, മറ്റേ പൊതുജനങ്ങൾക്ക് 150 OP വരെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അനാസ്ഥ കർശനമായി മാറ്റിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കൗൺസിലിന്റെ ഭരണമില്ല. ഈ കൗൺസിലായിരുന്നു പോലെ അടുത്ത നടപടിയുമായിട്ട് പോകുന്ന ഡോക്ടർമാരുടെ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട ചെയർമാൻ അറിയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ടൗൺ ഹാളിന് മുന്നിലൂടെയുള്ള ലിങ്ക് റോഡ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കുന്നതിന് ടെൻഡറായി. മോഡൽ ബോയ്സ് ഗേൾസ് സ്കൂളുകളെ മിക്സഡ് സ്കൂളാക്കി മാറ്റുന്നതിന് ശുപാർശ സമർപ്പിക്കും. നഗരസഭാ ടൗൺ ഹാളിൽ ഫുട്ബോൾ ലോകകപ്പ് പ്രദർശനമൊരുക്കും. ഇതിനായി അടുത്ത ദിവസം സംഘാടക സമിതി യോഗം ചേരും. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർ ഷാജിജു, സോമൻ ചെറുകുന്ന്, ലബീബ് ഹസൻ, ഗീതാ ശശി, ഷജീഷ് കിലപ്പൻ, റീജ സലീൽ തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കെടുത്തു. തൃശൂർ അതിരൂപതയിലെ മുതിർന്ന വൈദികൻ ഫാദർ തോമസ് വടക്കേത്തറ നിര്യാതനായി. 79 വയസ്സായിരുന്നു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ഇടവക അംഗമാണ്. സംസ്കാര ശുശ്രൂഷകൾ വ്യാഴാഴ്ച നടക്കും. രാവിലെ 6:30 ചേറൂർ വിയാനി പ്രീസ് ഹോമിലെ ദിവ്യബലിക്ക് ശേഷം വൈദികന്റെ ഭൗതിക ശരീരം രാവിലെ 9:30 ഗുരുവായൂരിലെ കുടുംബ വസതിയിലേക്ക് കൊണ്ടുവരും. സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് 1 വസതിയിൽ ആരംഭിക്കും. തുടർന്ന് വിലാപയാത്രയായി മൃതശരീരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെത്തിക്കും. 2:30 ദേവാലയത്തിലെ ശുശ്രൂഷകൾ ആരംഭിക്കുക. ജനജീവിതം താറുമാറാക്കി രാജ്യമാകെ വിലക്കയറ്റം കത്തിപ്പടരുമ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത മോദി സർക്കാരിന്റെ നിസ്സംഗതയ്ക്കും പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്ത യുവതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആനി രാജയ്ക്കും ഇടതു സംഘടനാ നേതാക്കൾക്കുമെതിരെയുള്ള സംഘപരിവാർ ആക്രമണത്തിനുമെതിരെ CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനവും ധർണയും നടത്തി. ചിറമനേങ്ങാട് സ്കൂൾ പരിസരത്ത് തുടങ്ങിയ പ്രതിഷേധ പ്രകടനം ചിറമനേങ്ങാട് സെന്ററിൽ സമാപിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TP ജോസഫ്, ലോക്കൽ സെക്രട്ടറി PV ജോൺസൺ, കമ്മിറ്റി അംഗം NC ഷാജു, VA ബാബു, KA പ്രദീപ് എന്നിവർ സംസാരിച്ചു. മറ്റു പ്രവർത്തകർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാൾ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കുന്നതിനായി GSI എന്ന സംഘടനയ്ക്ക് വിട്ടു നൽകാനുള്ള നഗരസഭാ കൗൺസിലിന്റെ തീരുമാനത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. നഗരസഭയുടെ ഈ തീരുമാനം നിയമപ്രകാരം റദ്ദ് ചെയ്യുന്നതിനായി വകുപ്പ് 57 പ്രകാരം സർക്കാരിലേക്ക് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ജോയിന്റ് ഡയറക്ടർ S ശ്യാമളകുമാരി ഉത്തരവിട്ടു. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച ഔദ്യോഗിക കത്തിലാണ് ജോയിന്റ് ഡയറക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ ടൗൺ ഹാളോ മറ്റ് നഗരസഭാവക സ്ഥലങ്ങളോ ഈ ദിവസങ്ങളിൽ ഫുട്ബോൾ പ്രദർശനത്തിനായി തുറന്നു നൽകരുതെന്നും ഉത്തരവിൽ കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കുന്നതിനുള്ള ഔദ്യോഗിക സംപ്രേഷണാവകാശം ഇല്ലാത്ത സാഹചര്യത്തിൽ ടൗൺ ഹാൾ പോലുള്ള പൊതുസ്ഥലത്ത് പ്രദർശനം നടത്തുന്നത് കോപ്പിറൈറ്റ് ആക്ട് 1957 ലംഘനമാകും. ഇത് നഗരസഭയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയും നിയമപ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണമാകും. ഫുട്ബോൾ ആവേശം ഉൾക്കൊണ്ട് വൻ ജനക്കൂട്ടം തടിച്ചുകൂടാൻ സാധ്യതയുള്ളതിനാൽ
ഇത് പ്രദേശത്ത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഇത്തരം ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നതിനാവശ്യമായ പോലീസ് അനുമതിയോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉൾപ്പെടെയുള്ള മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളുടെ മുൻകൂർ അനുമതിയോ വാങ്ങിയിട്ടില്ല. സർക്കാരിലേക്ക് അയച്ച് ഇതിന്മേൽ അന്തിമ നടപടി സ്വീകരിക്കുന്നതിന് നിയമപ്രകാരം 15 ദിവസം സമയം എടുക്കുമെന്നിരിക്കെ നഗരസഭാ കൗൺസിലിന്റെ ഈ തീരുമാനം നഗരസഭയ്ക്ക് വൻ നഷ്ടമുണ്ടാക്കും. ഈ സാഹചര്യത്തിൽ ടൗൺഹാൾ വിട്ടു നൽകാതിരിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും ഇതിന്റെ പേരിൽ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനുമായി ആവശ്യമെങ്കിൽ പോലീസിന്റെ സേവനം തേടാനും നഗരസഭാ സെക്രട്ടറിയോട് ജോയിന്റ് ഡയറക്ടർ ആവശ്യപ്പെട്ടു. ചാവക്കാട് തിരുവത്രയിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങുകൾ കടപുഴകി വീണ് വൈദ്യുതി കാലുകൾ ഒടിഞ്ഞു വീണു. തിരുവത്ര മുട്ടിൽ കെ അഹമ്മദ് റോഡിൽ റോഡരികിലെ തെങ്ങുകളാണ് വൈദ്യുതി കാലിലേക്ക് വീണത്. ഇതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് പന്തുരുളാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചാവക്കാടും പരിസരത്തെ തീരദേശ മേഖലകളും പൂർണ്ണമായും ഫുട്ബോൾ ലഹരിയിൽ അമർന്നു. ഓരോ ടീമിന്റെയും ആരാധകർ വലിയ ആവേശത്തോടെയും മത്സരബുദ്ധിയോടെയുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. വഴിയോരങ്ങളിലും മറ്റും ഉയർന്നിട്ടുള്ള കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളും കട്ടൌട്ടുകളും വലിയ കൊടിതോരണങ്ങളും തീരദേശത്തെ കാൽപന്താവേശത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. കടപ്പുറം, തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ്, ചാവക്കാട് ബീച്ച്, തിരുവത്ര, എടക്കഴിയൂർ, ചാവക്കാട്, ഒരുമനയൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഫുട്ബോൾ ജ്വരം പടർന്നു പിടിച്ചിരിക്കുകയാണ്. ചുമരെഴുത്തുകളും സജീവം. പതിവ് പോലെ അർജന്റീന, ബ്രസീൽ ടീമുകളുടെ ഫ്ലെക്സ് ബോർഡുകളും കട്ടൌട്ടുകളുമാണ് തീരദേശത്ത് കൂടുതൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പോർച്ചുഗൽ, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ പ്രമുഖ ടീമുകളുടെ ആരാധകരും ഒട്ടും പിന്നിലല്ല. വലിയ വീറും വാശിയോടെയുമാണ് ബ്രസീൽ, അർജന്റീന ആരാധകർ പരസ്പരം മത്സരിക്കുന്നത്. ചിലയിടങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കായി മനോഹരമായ ചുമരെഴുത്തുകൾ നടത്തിയും ആരാധകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിഗ് സ്ക്രീനുകളും ഒരുങ്ങിക്കഴിഞ്ഞു. മത്സരങ്ങൾ നേരിട്ട് തത്സമയം ആസ്വദിക്കുന്നതിനായി ബിഗ് സ്ക്രീനുകളും പ്രൊജക്ടറുകളും ആരാധക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി കഴിഞ്ഞു. വലിയ ഉത്സവ പ്രതീതിയോടെ ലോകകപ്പിനെ നെഞ്ചിലേറ്റാൻ പൂർണ്ണ സജ്ജരായിരിക്കുകയാണ് ചാവക്കാട്ടെ കാൽപന്ത് പ്രേമികൾ. ഇനി വരുന്ന നാളുകൾ തീരദേശത്തിന് ഉറക്കമില്ലാത്ത രാവുകളുടേതായിരിക്കുമെന്ന് ഉറപ്പ്. ലോകം കാൽപന്ത് കളിയുടെ മഹാമാമാങ്കത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ കായിക പ്രേമികൾക്കായി മത്സരങ്ങൾ തത്സമയം കാണാൻ കുന്നംകുളം നഗരസഭ ടൗൺ ഹാൾ വിട്ടു നൽകും. വലിയ സ്ക്രീനിൽ മത്സരങ്ങൾ കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കുക. നഗരസഭാ തലത്തിൽ ലോകകപ്പിനെ വരവേൽക്കുന്നതിനായി വിപുലമായ പരിപാടികളാണ് അധികൃതർ ആസൂത്രണം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ജൂൺ 11 വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘാടക സമിതി യോഗം ചേരും. അന്നേ ദിവസം തന്നെ വൈകിട്ട് 5 മണിക്ക് നഗരത്തെ ആവേശത്തിലാഴ്ത്തി ലോകകപ്പ് വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കും. ലോകകപ്പ് ആവേശത്തിന് പിന്നാലെ അർജന്റീനൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയോടുള്ള അടങ്ങാത്ത ആരാധന വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തിപ്പിലശ്ശേരിയിലെ ഫുട്ബോൾ പ്രേമികൾ. 45 അടി ഉയരമുള്ള ഈ കട്ടൌട്ട് നിലവിൽ തൃശൂർ ജില്ലയിൽ ഏറ്റവും വലിയ കട്ടൌട്ടായാണ് കണക്കാക്കുന്നത്. അർജന്റീന ഫാൻസ് തിപ്പിലശ്ശേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ലോകകപ്പ് കിരീടവും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളും കയ്യിലേന്തി കിരീടത്തിൽ ചുംബിച്ചു നിൽക്കുന്ന മെസ്സിയുടെ വിഖ്യാത ചിത്രമാണ് കട്ടൌട്ടായി പുനർസൃഷ്ടിച്ചിരിക്കുന്നത്. കാറ്റിനെയും പ്രതികൂല കാലാവസ്ഥയെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുള്ള പ്രത്യേക ഫ്രെയിമിലാണ് കട്ടൌട്ട് സുരക്ഷിതമായി സ്ഥാപിച്ചിരിക്കുന്നത്. ഹരിതാഭമായ പാടശേഖരത്തിന് സമീപം ഉയർന്നു നിൽക്കുന്ന ഈ കട്ടൌട്ട് കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി ഫുട്ബോൾ പ്രേമികളാണ് തിപ്പിലശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 11 ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആവേശം കൊടുമുടിയിലെത്തുമ്പോൾ ചാലിശ്ശേരിയുടെ ഗ്രാമവീഥികൾ ഫുട്ബോൾ ആഘോഷത്തിന്റെ വർണ്ണപ്പകിട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. വിവിധ ആരാധക കൂട്ടായ്മകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ വമ്പൻ ഫ്ലെക്സുകളും പതാകകളും തോരണങ്ങളും സ്ഥാപിച്ച് ഫുട്ബോൾ മാമാങ്കത്തെ വരവേൽക്കുകയാണ്. ചാലിശ്ശേരി GCC ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലബ് ഹൌസിൽ വലിയ സ്ക്രീനിൽ മത്സരങ്ങൾ തത്സമയം കാണുന്നതിനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന ഭീമൻ ഫ്ലക്സുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ടുണ്ട്. അറക്കൽ, ദുബായ് റോഡ്, കൗക്കോട്, കുളക്കുന്ന്, പെരുമണ്ണൂർ, ചൗച്ചേരി, മൈലാടിക്കുന്ന്, മാർവൽ ക്ലബ് പരിസരം, ആലിക്കര, കുന്നത്തേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ വിവിധ ടീമുകളുടെ ആരാധകർ തങ്ങളുടെ ഇഷ്ട ടീമുകൾക്കായി ഫ്ലക്സുകളും കൊടികളും സ്ഥാപിച്ച് ഗ്രാമത്തെ ഫുട്ബോൾ നിറങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ ഉൾപ്പെടെയുള്ള ടീമുകളുടെ ആരാധകർ തങ്ങളുടെ പിന്തുണ ശക്തമായി പ്രഖ്യാപിക്കുന്നതിനിടെ ആരാധക സംഗമങ്ങളും കൂട്ടായ്മയായി മത്സരങ്ങൾ കാണാനുള്ള ഒരുക്കങ്ങളും സജീവമായിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ലോകകപ്പ് ആവേശത്തിലാണ്.
5 വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്. അതുമാത്രല്ല അതിൽ നല്ല കളിക്കാരാണ്, പ്ലെയറൊക്കെ ഉണ്ട്. ഫ്രാൻസ് ടീമിനാണ് ഇത്തവണ കൂടുതൽ സാധ്യതയെന്ന് അറക്കൽ താനിക്കൽ അബിജോൺ അഭിപ്രായപ്പെട്ടു. ഫ്രാൻസ് ഈ പ്രാവശ്യം ടീം നല്ല സ്ട്രോങ് ആണ്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും അടുത്താണ് എത്തിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ കണ്ടവർക്കൊക്കെ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവും. ഈ പ്രാവശ്യം ഫ്രാൻസ് കപ്പ് എടുത്തിരിക്കും. ഓക്കെ. 5 തവണ ലോകകപ്പ് കിരീടം നേടിയ പാരമ്പര്യമുള്ള ബ്രസീൽ ഇത്തവണയും കപ്പ് ഉയർത്തുമെന്ന് CV സൈമൺ ചാലിശ്ശേരി പറഞ്ഞു. പക്ഷേ ബ്രസീലിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. 1970 3 വട്ടം ലോകകപ്പ് നേടിയിട്ടുള്ളത് ഒരേ ഒരു ടീം അവരായിരുന്നു. ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമും ബ്രസീൽ 5 വട്ടം. അതേസമയം മികച്ച ടീം സ്പിരിറ്റും ഒത്തൊരുമയും കൈമുതലായ അർജന്റീനയാണ് ഇത്തവണയും ലോകകപ്പ് നേടുകയെന്ന് CV മണികണ്ഠനും ഈ വർഷം തിരിച്ചു പിടിക്കാൻ പോവാണ് അർജന്റീന കപ്പ് എടുത്തുകൊണ്ട്. അതാണ് അർജന്റീന ഈ വേൾഡ് കപ്പിന് പ്രത്യേകത കാണിക്കാൻ പോകുന്നത്. മെസ്സിയും അർജന്റീനയും കപ്പ് നേടുമെന്നും കൂറ്റനാട്ടെ സാമൂഹ്യ പ്രവർത്തകൻ രവി കുന്നത്തും അഭിപ്രായപ്പെട്ടു. ഞങ്ങൾ അർജന്റീന ഫാൻസ് എൻ്റെ ആൾക്കാർ തന്നെയാണ്. അർജന്റീന കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരാളുള്ളൂ. അത് ഈ വേൾഡ് കപ്പിലും അങ്ങനെ തന്നെ ആയിരിക്കും. അർജന്റീന ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ആവേശം കൊണ്ട് ശ്രദ്ധേയമായ ചാലിശ്ശേരിയിൽ ലോകകപ്പ് ജ്വരം ഇത്തവണയും ഗ്രാമത്തിന്റെ ഓരോ കോണിലും പ്രകടമാണ്. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകൾ പരിഹരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി SFI രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പെരുവല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഹൃദയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഏരിയ പ്രസിഡന്റ് PG സൂരജ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PS അസൽ, SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം PG സുബിദാസ്, DYFI മണലൂർ ബ്ലോക്ക് സെക്രട്ടറി K സച്ചിൻ, ബാലസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് മാധവ് കൃഷ്ണ, ഋതുകൃഷ്ണ എന്നിവർ സംസാരിച്ചു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉൾപ്പെട്ട ആലത്തൂർ MP K രാധാകൃഷ്ണനും കുന്നംകുളം MLA AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, KSU കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളർക്കാട്, വിഷ്ണു ചിറമനേങ്ങാട്, നാസിമ സക്കീർ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി SSLC, CBSE, +2, VHSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിക്ക് പുരസ്കാരങ്ങൾ നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത് അധ്യക്ഷത വഹിച്ചു. 100% വിജയം നേടിയ പെങ്ങാമുക്ക് ഹൈസ്കൂൾ, IG ഇംഗ്ലീഷ് സ്കൂളിലും പുരസ്കാരം നൽകി. വായനശാലയിൽ നടന്ന ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ K വെങ്കിടമൂർത്തി നിർവഹിച്ചു. 2025-26 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിവിധ ഇനങ്ങളിൽ വിജയം കൈവരിച്ച ടീമിൽ അംഗങ്ങളായ പഴഞ്ഞി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രതിനിധികളായ PK രവീന്ദ്രൻ, M ഉദയശങ്കരൻ എന്നിവർ സംസാരിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള KG സത്താർ സ്മാരക സ്വയംപ്രഭ പകൽ വീട്ടിലെ വയോജനങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ വിതരണം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK സുരേന്ദ്രൻ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് എലിയാസ് രാജൻ, CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ഷാമില, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിൻസി പോൾ, ICDS സൂപ്പർവൈസർ PR രശ്മി എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ആളൂർ നക്ഷത്രക്കൂടാരം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രവേശനോത്സവം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂളിലെ ഓരോ കുട്ടിയുടെയും ഉള്ളിലെ സവിശേഷമായ കഴിവുകൾ നേരത്തെ തന്നെ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കൃത്യമായ ഇടപെടലുകൾ അധികൃതരുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് MLA തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി.
പ്രവേശനോത്സവത്തോടൊപ്പം സ്കൂളിൽ പുതുതായി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു. കുട്ടികളിൽ കാർഷിക അവബോധവും വിനോദവും പകരുന്ന അഗ്രോ തെറാപ്പി പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. കുട്ടികളുടെ അമ്മമാർക്ക് ഏറെ പ്രയോജനപ്രദമായ ഉപജീവനം പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ നിർവഹിച്ചു. ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥിനി ഐശ്വര്യലക്ഷ്മിയുടെ പ്രാർത്ഥനയോടെയാണ് പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K. ദീപക്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK. സുധീബ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം ലിയ ജോജോ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO. ആന്റോ, CDS ചെയർപേഴ്സൺ വിജിത മജ്നു, ബഡ്സ് സ്കൂൾ ടീച്ചർ സാലി കുമാരൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കുട്ടികളുടെ രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ടിഫിൻ ബോക്സും സ്റ്റീൽ വാട്ടർ ബോട്ടിലും വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളുടെ അവതരണവും നടന്നു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുർമാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുർമാൽ വോളി അരീനയിൽ സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ ഉദ്ഘാടനം ചെയ്തു. വേലൂർ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് രാമകൃഷ്ണൻ, CPIM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗം MA ബിജു, അനീറ്റ ബിജു, ആൻഡു PJ എന്നിവർ സംസാരിച്ചു. ഫൈനൽ മത്സരത്തിൽ കുർമാൽ പവർ ലെജൻസ് 1-3 സെറ്റുകൾക്ക് വോളി ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി. ജൂൺ 18, 19 തീയതികളിൽ എരുമപ്പെട്ടിയിൽ വെച്ച് നടക്കുന്ന ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യൂണിറ്റ് തലം മുതൽ കലാകായിക മത്സരങ്ങൾ നടക്കും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാന്റെ സെന്ററായ ചൊവ്വന്നൂർ പ്രസന്റേഷൻ കോൺവെന്റിൽ ബ്യൂട്ടി കെയർ അസിസ്റ്റന്റ് പരിശീലനത്തിന് തുടക്കമായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിധീഷ് ഉദ്ഘാടനം ചെയ്തു. JSS തൃശൂർ ഡയറക്ടർ സുധ സോളമൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ സ്റ്റീഫൻ അറക്കൽ, സിസ്റ്റർ ഗിൽദാസ്, സിസ്റ്റർ സോജിയ, TK സഖി, ജോമി, ശ്രീരഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ നെല്ലുവായി സെന്റർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് പരിധിയിലെ SSLC +2 വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV വിവേക് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നെല്ലുവായി സെന്റർ യൂണിറ്റ് പ്രസിഡന്റ് നിഖിൽ അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ് മുഖ്യാതിഥിയായി. CPIM നെല്ലുവായി സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി NM മിഥുൻ, ലോക്കൽ കമ്മിറ്റി അംഗം TK ശിവൻ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി MV വിനീത് എന്നിവർ സംസാരിച്ചു. അബു സതീഷ്, വത്സല രാജൻ, വേണു എന്നിവർ നേതൃത്വം നൽകി. ലോകകപ്പ് കാൽപന്ത് കളിയുടെ പന്തുരുളാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ കളിയുടെ ആവേശം പകരാൻ പാട്ടുമായി എത്തിയിരിക്കുകയാണ് പ്രവാസി മലയാളിയായ പാടൂർ സ്വദേശി. തൃശൂർ വെങ്കിടങ്ങ് പാടൂർ സ്വദേശിയായ സഫ്വാൻ കിക്ക് ഓഫ് കേരള എന്ന മ്യൂസിക് ആൽബവുമായാണ് ഫുട്ബോൾ ലോകകപ്പിനെ വരവേൽക്കാൻ എത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു സഫ്വാൻ ഒരുക്കിയ ഗാനം. ദുബായ് സർക്കാർ വകുപ്പിൽ ഡോക്യുമെന്റ് കൺട്രോളറായി ജോലി ചെയ്യുന്ന സഫ്വാൻ തന്നെയാണ് ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ഒരുക്കിയത്. സമകാലിക വിഷയങ്ങളിൽ പാട്ടുകൾ രചിക്കുന്ന സഫ്വാൻ നാടിന് അഭിമാനമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പ്രകടനം കാഴ്ചവെച്ച മുൻ താരങ്ങൾ ഉൾപ്പെടെ പുതിയ തലമുറയിലെ ഫുട്ബോൾ താരങ്ങളെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകകപ്പിൽ കളിക്കുന്ന എല്ലാ ടീമുകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത്. സഫ്വാനോടൊപ്പം ലൂസിഫർ സിനിമയിലെ എമ്പുരാനെ എന്ന ഗാനം ആലപിച്ച ആനന്ദ് ശ്രീരാജും ചേർന്നാണ് ഗാനം പാടിയിട്ടുള്ളത്. ഫഹദ്, വിശാഖ് ചന്ദ്രൻ എന്നിവർ കൂടെ ഈ ഗാനത്തിന്റെ അണിയറയിൽ സഫ്വാനൊപ്പമുണ്ട്. നെഞ്ചില്ലതിരടിമേളം ഇരവുകൾ പുലരവേ കാൽപന്തിൻ മാമാങ്കം തുടങ്ങവേ അതിരുകൾ മായവേ ചടുലഗാനങ്ങൾ ഒഴുകവേ ഇക്കരയക്കരെ പടവുകൾ താണ്ടും നിറയും മൈതാനമേ.
കുനമുച്ചി സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ KG വിഭാഗം പ്രവേശനോത്സവം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ മാറൂക്കി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ CF റോബിൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ പ്രധാന അധ്യാപിക സോഫി അലക്സ്, കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി കൈക്കാരൻ അൽഫോൺസ് മുട്ടത്ത്, ഡീക്കൻ ക്രിസ്റ്റി എടക്കൂടൻ, പൂർവ്വ അധ്യാപക സംഘടനാ പ്രസിഡന്റ് ആലിസ് ടീച്ചർ, രമ്യ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ലോകകപ്പ് വിളംബര ജാഥ നടത്തി. മയക്കുമരുന്ന് ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൂടിയാണ് റാലി നടത്തിയത്. സ്റ്റാഫ് സെക്രട്ടറി MK സലീം, KM മഞ്ജു, സയന ചായൂർ, ടീച്ചേഴ്സ് ട്രെയിനികളായ മുൻഷാദ് ഫാത്തിമ, വർഷ, നീതു എന്നിവർ നേതൃത്വം നൽകി. അറിയിപ്പ്: പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്നും കുടിവെള്ളം ആവശ്യമുള്ളവർ പഞ്ചായത്തിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിലെ ആംബുലൻസിന്റെ ഡ്രൈവറായി ദിവസവേതന വ്യവസ്ഥയിൽ ജോലി ചെയ്യുവാൻ തയ്യാറുള്ളവർ രേഖകൾ സഹിതം ജൂൺ 17 വൈകിട്ട് 3 മണിക്ക് പഞ്ചായത്തിൽ നേരിട്ടുള്ള അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ്. യോഗ്യത SSLC, ലൈസൻസ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 25 42 243. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,040 രൂപ, പവന് 1,12,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം: കേച്ചേരി എരനെല്ലൂർ വീട്ടിൽ പരേതനായ നാരായണൻ മകൻ ചന്ദ്രൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ചെറുതുരുത്തിയിൽ നടക്കും. കൃഷ്ണകുമാരി ഭാര്യയും ശ്രീജിത്ത് മകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് MLA C മൊയ്തീന് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, അസംബ്ലി പ്രസിഡന്റ് അക്ഷയ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി റോഷിത് കൊടാട്ട് എന്നിവരാണ് അറസ്റ്റിലായത്. എടക്കഴിയൂരിൽ പാതിരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശിയായ രാജു ബായിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫുട്ബോൾ ലോകകപ്പിന് 2 നാൾ മാത്രം ശേഷിക്കെ നാടെങ്ങും ആവേശം. ഫ്ലെക്സുകളും കട്ടൌട്ടുകളും ഉയർത്തി കാൽപന്ത് കളിയുടെ പോരാട്ടത്തെ വരവേറ്റ് ഫുട്ബോൾ ആരാധകർ. കുന്നംകുളത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ ബിഗ് സ്ക്രീൻ പ്രദർശനമൊരുക്കും. അതേസമയം മത്സരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടൗൺ ഹാൾ വിട്ടു നൽകാനുള്ള ഗുരുവായൂർ നഗരസഭാ കൗൺസിലിന്റെ തീരുമാനം റദ്ദാക്കാൻ നടപടിയുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ജോയിന്റ് ഡയറക്ടർ. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരിന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കും പൊടിഞ്ഞു വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിരുവത്രയിൽ തെങ്ങുകൾ കടപുഴകി വൈദ്യുതി കാലുകളിലേക്ക് വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.